കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ജീവിതം മടുത്ത് ഡെയിലി വരെ ലൈഫ് രാവിലെ എണീക്കുന്നത് പണിക്ക് പോകുന്നത് ഇരുന്ന് കിടന്നുറങ്ങുന്നത് എന്ത് ജീവിതം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശരിയാണ് സംഭവം. അപ്പോൾ നമ്മൾ പ്രവാസികളുടെ ജീവിതമൊക്കെ രാവിലെ എണീക്കുന്നു പണിക്ക് പോകുന്നു വരുന്നത് കിടന്നുറങ്ങുന്നത് അതൊക്കെ നടക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും അൽഹംദുലില്ലാഹ് എനിക്ക് കുഴപ്പമില്ല. രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ എന്താ കിടന്നുറങ്ങാൻ നല്ല സുഖത്തിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട. ലോകം പഠിച്ചവൻ്റെ ഈ പ്രകൃതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അത് പോരെ. നാട്ടിലൊരിക്കൽ കൊല്ലത്തിലൊരിക്കൽ നാട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്, അതൊക്കെ മതി നമുക്ക്. ഇപ്പോൾ ഈ ലോകത്ത് കുറേ ആൾക്കാർ അതായത് ഈ ബെഡ്മേൽ നമ്മൾ കിടക്കുന്ന ബെഡ്മേൽ എണീക്കാൻ പറ്റാണ്ട് ജീവിതകാലം മൊത്തം ബെഡ്മേൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് വേദന കാരണം വരെയൊക്കെ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതേമാതിരി ഇപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ജനിച്ച അന്ന് മുതൽ അവർക്ക് ഇരുട്ടാ. അവരൊക്കെ എന്താ പറയണ്ടേ? അങ്ങനത്തെ കുറേ ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ നടക്കില്ല. വൈബല്ല ഇല്ലാത്ത വൈബൊക്കെ ഉണ്ടായിക്കോളൂ. നമ്മൾ ചിന്തിച്ച് നോക്കാം, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ സ്വർഗത്തിലാണെന്ന് വേണം പറയാം. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കും. നമ്മൾ ചിന്തിക്കുക. ഒരിക്കലും നമ്മൾ വെറുതെ ഇങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊക്കെ നല്ല ജീവിതമാണ് കുറച്ച് നമുക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഒരിക്കലും നമ്മൾ കുറ്റങ്ങൾ പറയാൻ പാടില്ല. കാരണം ബാക്കിയുള്ളവർ ജീവിതം വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ, വൈബ് പോയിട്ട് അവർക്ക് എന്താ പറയുന്നില്ല. അങ്ങനത്തെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ചിന്തിക്കുക, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹ് നല്ല ജീവിതമാണ് നമ്മളൊക്കെ. ഓക്കെ.